പിന്നെ മൾട്ടി ടാസ്കിങ് കൂടെയാണ് ഇവര്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എടുക്കാനും പിടിക്കാനും 4-5 കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്ന പുരുഷൻ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും. ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരും. അടുക്കളയിൽ പാല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാവും, കുഞ്ഞിനെ ചിലപ്പോൾ കളിപ്പിക്കുന്നുണ്ടാവും, ഒരു ഫോൺ ഇപ്പുറം എടുത്തിട്ടുണ്ടാവും, അപ്പുറം വേറൊരു കാര്യം അയൺ ബോക്സ് ചൂടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ അയൺ ബോക്സ് പ്രസ് ചെയ്ത് ഇസ്തിരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ ചിലപ്പോൾ നേരെ തിരിച്ച് ചൂടായ അയൺ ബോക്സ് ചെവിയിൽ വെക്കൂ. ഫോൺ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടാവും. എക്സ്പ്ലനേഷൻ, നല്ല വിവരണം കൊടുക്കാൻ, ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പുരുഷനേക്കാൾ സാമർഥ്യം സ്ത്രീക്കുണ്ട്. അവർക്കത് ഇഷ്ടമാണ്. അതുപോലെ കേൾക്കാനുള്ള ഒരു മനോഭാവം, ലിസണിങ് ആണ് അവരുടെ വലിയൊരു സ്ട്രെങ്ത് ആണ് ലിസണിങ്. ആ ലിസണിങ് കൊണ്ടാണല്ലോ ഒരു രാജാവിനെ പോലെ കസ്റ്റമർ വരുമ്പം അവരെ ആ ഭവ്യതയോടുകൂടി ഹൃദ്യതയോടുകൂടി അവർ മനസ്സാ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ കേൾവി എന്ന് പറഞ്ഞാൽ, അവരെ കേൾക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് ഏറ്റവും വലിയ റെസ്പെക്റ്റ് കിട്ടുന്നത് നമ്മളൊരാൾ കേൾക്കാനുണ്ടാകുമ്പോഴാണ്. ബിസിനസ്സിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ സെയിൽസ്. അപ്പോൾ ഈ സെയിൽസ് ഏരിയയിൽ നമ്മളിപ്പം ജെൻഡറായിട്ട് നോക്കുമ്പോൾ സ്ത്രീജനങ്ങൾ അതുപോലെ ഫീമെയിൽസ് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, നന്നായിട്ടുള്ള ഒരു ബിഹേവിയറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിലെ ഒരു എന്താണ് ആ ഒരു ജെൻഡർ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് അത് വരുന്നത്? ബിസിനസ്സിൻ്റെ ആത്മാവ് തന്നെ സെയിൽസാണ്. അപ്പോൾ സെയിൽസ് നല്ല മിടുക്കന്മാരും മിടുക്കികളെയും ഒരു സംരംഭത്തിൽ സ്ഥാപനത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വിജയിച്ചു. ആ സംരംഭകനും ബിസിനസ്സും വിജയിച്ചു എന്നാണ്. ഇപ്പം നമുക്ക് അറിയാം, ഈ കസ്റ്റമേഴ്സിനെയാണല്ലോ നമ്മൾ പിടിക്കേണ്ടത്, അവർ മനസ്സിനെയല്ലേ പിടിക്കേണ്ടത്. അപ്പോൾ ആ മനസ്സ് പിടിക്കുന്നിടത്ത് പുരുഷനേക്കാൾ അതിവേഗം ശീഘ്രതയിലും വളരെ പെനട്രേറ്റഡ് ആയിട്ടും സ്ത്രീകൾ മുന്നേറുന്നു എന്നുള്ളത് നമുക്ക് അനുഭവമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട എടുത്ത് പറയാവുന്ന കാര്യങ്ങൾ, പുരുഷന്മാരുടെ ഒരു കുറവോ കുറ്റമോ ഒന്നല്ല ഇത്, പക്ഷെ അവർക്കും ഇതിൽ നിന്ന് നല്ല പാഠങ്ങളുടെ അനുകരിക്കാവുന്നതാണല്ലോ. ഇവരെപ്പോൾ സ്മൈലിയാണ്. ആ ഹാപ്പിനെസ്സിൻ്റെ മുഖം അവരെപ്പോൾ തെളിച്ചത്തോടു കൂടി, അസുസ്മേര വദനം എന്നൊക്കെ മലയാളത്തിൽ സാഹിത്യത്തിൽ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ അമ്പിളിമാമൻ ഉദിച്ചിരിക്കുന്ന, അത് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. വരുന്നവനെ സ്വീകരിക്കാനുള്ള ആ വല്ലാത്ത ഒരു മുഖഭാവം തന്നെ, മുഖലക്ഷണം എന്ന് പറയുമല്ലോ, അതന്നെ ഒരു അട്രാക്ഷൻ, വിട്ടുപോകാൻ തോന്നാത്ത രീതിയിൽ അതെ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കണം, മനസ്സിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ആ മുഖത്ത് ആ പ്രകാശവും തെളിച്ചവും വെളിച്ചവും വരുമ്പം, ആ ഹാപ്പിനെസ് വരുമ്പോൾ തന്നെ ഒരാൾ അട്രാക്ട് ചെയ്യപ്പെട്ടു. ഫസ്റ്റ് ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതിൽ വളരെ വലിയ സത്യങ്ങളുണ്ട് കേട്ടോ. 10 പേര് ഹാർട്ട് അറ്റാക്കായി മരിക്കുമ്പം 9 പേരും പുരുഷന്മാരാണെന്ന് പറയും. സ്ത്രീകൾക്ക് ഹാർട്ടില്ലാത്തതല്ല, 95% പലപ്പോഴും വരുന്നുണ്ട്. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, സ്ത്രീക്ക് സംസാരിച്ച് ചിരിച്ച് കളിച്ച് എൻ്റർടൈൻമെൻറ്റോടുകൂടി ചിലപ്പം ഇടയ്ക്കൊക്കെ കരഞ്ഞും അവർക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ പറ്റുന്നു. പുരുഷൻ നമ്മൾ പലപ്പോഴും സപ്രസ്ഡ് ആണ് നമ്മുടെ ഇമോഷൻസ്. നമുക്ക് പലതും വെളിച്ചത്ത് വരില്ല, പുറത്തേക്ക് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല, നമ്മൾ സപ്രസ് ചെയ്യും, ഭയങ്കര അടക്കി പിടിക്കും. ഈ അടക്കി പിടിക്കലൊക്കെ ഭാരമാവുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹൃദയത്തിനാണ്. അതും കൂടെ ഇതിൽ ചേർത്ത് പറയണം. അപ്പോൾ ഇവരുടെ ജന്മസിദ്ധം ദൈവ അനുഗ്രഹം ഗിഫ്റ്റാണ് ഈ സ്മൈല്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ രസമായിട്ട് പറയും, ഒരു സ്ത്രീക്ക് ഒരു ദിവസം 10-22,000 വേർഡ് പറഞ്ഞാലേ ഉറക്കം വരും, പുരുഷൻ 7,000 മതിയെന്ന. അപ്പോൾ നല്ലൊരു ടീച്ചറായി വൈഫിനെ കിട്ടുമ്പോൾ, നല്ലൊരു സെയിൽസ് ഗേൾ ആയിട്ട് വൈഫിനെ കിട്ടുമ്പോൾ ആ വീട് കുറച്ചുകൂടെ രസകരമാവുക ചെയ്യുക. കാരണം അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ. അതെ. അതായത് ഇപ്പം കൂടുതൽ പറയാനുള്ളതൊക്കെ സെയിൽസിൽ, അതായത് നമ്മുടെ ഓഫീസിലും നമ്മുടെ സ്ഥാപനത്തിലുമായിട്ട് തീർന്നിട്ടുണ്ടാവും. അത് ഏറ്റവും ഗുണകരമായിട്ട്, പിന്നെ ബാക്കിയുള്ളത് മാത്രമേ ഉണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിനും ഗുണമായി, ആ സ്ത്രീക്കും ഗുണമായി, അതുപോലെ ആ വീട്ടിനും ഗുണമായി എന്ന് പറയുന്നിടത്തിലേക്ക് അവരുടെ ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ ഒരു പ്രവാഹം എന്നാ പറയാ. അതെ അതാണ്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, നല്ല വിവരണം കൊടുക്കാൻ, ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പുരുഷനേക്കാൾ സാമർഥ്യം സ്ത്രീക്കുണ്ട്. അവർക്കത് ഇഷ്ടമാണ്. അതുപോലെ കേൾക്കാനുള്ള ഒരു മനോഭാവം, ലിസണിങ് ആണ് അവരുടെ വലിയൊരു സ്ട്രെങ്ത് ആണ് ലിസണിങ്. ആ ലിസണിങ് കൊണ്ടാണല്ലോ ഒരു രാജാവിനെ പോലെ കസ്റ്റമർ വരുമ്പം അവരെ
ആ ഭവ്യതയോടുകൂടി ഹൃദ്യതയോടുകൂടി അവർ മനസ്സാ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ആ കേൾവി എന്ന് പറഞ്ഞാൽ അവരെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും വലിയ റെസ്പെക്റ്റ് കിട്ടുന്നത് നമ്മളൊരാൾ കേൾക്കാനുണ്ടാകുമ്പോഴാണ്. അതെ, പക്ഷേ ഈ ലിസണിങ് വരുന്നതും ഈ ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടായിരിക്കുമല്ലോ അല്ലേ? പ്രധാനപ്പെട്ടാണ്. ആ പേഷ്യൻസ് അവരുടെ ജന്മസിദ്ധമായ സർഗവാസനപ്പെട്ട ഒരു സംഭവമാണ്. അതുകൊണ്ടാണല്ലോ മാതാവാകുന്നത്. അമ്മയോളം ക്ഷമിക്കുക എന്നാ പറയുന്നത്. അതെ അതെ. ഭൂമിയെ നമ്മൾ അമ്മ എന്ന് പറയുന്നത്. എല്ലാവരുടെ ചവിട്ടും കൊത്തും ഭൂമി ഏൽക്കുകയാണ്. അതാണ് ആ ഒരു അലങ്കാരിക പ്രയോഗം. മദർ, അമ്മ. അതെ, അമ്മയ്ക്ക് അത് പറ്റുള്ളൂ. അപ്പോൾ അത് സ്ത്രീയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മുന്നേറ്റം. പിന്നെ എമോഷണൽ ഫീലിങ്സ്, വൈകാരികമായ ഇവരുടെ മനസ്സിൻ്റെ ആ ഫീലിങ്സ് ഓപ്പൺ ഷെയറിങ്ങിലൂടെ തുറന്ന മനസ്സോടുകൂടിയാണ് അവർ സംസാരിക്കുക. അതെ, ഒന്നും ഒളിച്ചു വെക്കാനില്ല, ഒന്നും മറച്ചു വെക്കാനില്ല. അന്യരോട് പോലും അങ്ങനെയാണ്. പിന്നെ അവരെ ചതിക്കുകയോ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പം മാത്രമാണ് അവർക്ക് മറിച്ചൊരു ഒരാശയം പോലും അല്ലെങ്കിൽ ഒരു വികാരം പോലും ഉണ്ടാവുന്നത്. അപ്പം ഇതൊക്കെ സെയിൽസിൽ വളരെ വേണ്ടപ്പെട്ട അത്യാവശ്യമായിട്ടുള്ള അട്രാക്ഷൻ്റെ ഘടകങ്ങളാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഈ ഹാർമോണിയസ് റിലേഷൻഷിപ്പും ഈ ഷെയറിങ്ങും ഇതെല്ലാം ഒരു ഹൃദ്യമായിട്ടുള്ള മനുഷ്യന്റെ എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമുള്ള ആ പുരുഷന് സ്ത്രീ എന്നൊന്നുമില്ലല്ലോ. കാരണം നല്ലൊരു സ്നേഹം, നല്ലൊരു വിനയം, നല്ലൊരു സ്നേഹബഹുമാനം, ഒരു ആദരവ്, റെസ്പെക്റ്റ്, ഇതൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഇതൊക്കെ കൊടുത്തുകൊണ്ട് അയാളെ ശ്രദ്ധിച്ചുകൊണ്ട് അയാളോട് ഭവ്യതയിലും വിനയത്തിലും കാര്യങ്ങൾ മെല്ലെ ഉണർത്തിക്കൊണ്ട് അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ, മാനസികാവസ്ഥ, അയാളുടെ ബോഡീൻ്റെ അവസ്ഥ, അയാളുടെ ഈ സന്ദർഭത്തിൽ ഉണ്ടാവുന്ന അയാളുടെ പ്രതികരണങ്ങളോടുള്ള ഇപ്പുറത്തുനിന്നുള്ള പ്രതികരണങ്ങൾ, ഇതിനെയൊക്കെ മാനിച്ചുകൊണ്ടുള്ള ഈ സ്ത്രീയുടെ ഭാവം തന്നെയാണ് സെയിൽസിനെ മനോഹരാക്കുന്നത്. പിന്നെ പലപ്പോഴും ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ചില ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാലേ അവിടെ സ്ത്രീജനങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ ബോയ്സും ഉണ്ടാവും. പക്ഷേ അവർ കൂടുതലും ഗേൾസിനാണ് വിടുന്നത് കസ്റ്റമറെ അറ്റൻഡ് ചെയ്യാനായിട്ട്. അതായത് പെട്ടെന്ന് കസ്റ്റമർ റിജക്ഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ടാവും. കുറയാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഒബ്ജക്ഷൻ കൂടുതലായിട്ട് ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ വരുന്ന ഒരു നല്ല കസ്റ്റമർ ആണെന്ന് തിരിച്ചറിയുന്നത് തന്നെ ഒബ്ജക്ഷൻ കൊണ്ടാണ്. ഒബ്ജക്ഷൻ വേണം. പക്ഷെ ഒബ്ജക്ഷൻ ഉന്നയിക്കുമ്പോൾ തടസ്സവാദങ്ങളും അതുപോലെ പിന്നെ റിജക്ഷനൊക്കെ പറയുമ്പം അതിനൊരു മാന്യതയിലും അതിൻ്റെതായ ഒരു പിന്നെ ടോണിലൊക്കെ പുരുഷൻ പോലും പറയുള്ളൂ. അത് വളരെ മയപ്പെടുത്തി നമുക്ക് ആ കസ്റ്റമറിനെ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള ഒരു വഴി തുറക്കുകയാണ്. ഏറ്റവും സ്പീഡായിട്ടുള്ള ക്വിക്കായിട്ടുള്ള ഒരു വഴി തുറക്കുകയാണ് ഈ ഗേൾ എക്സിക്യൂട്ടീവ്, സെയിൽസ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. പിന്നെ അവരുടെ പേഴ്സണാലിറ്റി നോക്കുമ്പോൾ നമുക്കിപ്പം ഡോപ്പ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അതിലെ ഏറ്റവും നല്ല ക്വാളിറ്റീസുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുന്നത് അല്ലേ? അതെ, ഈ ഹാർമോണിയസ് റിലേഷൻഷിപ്പും ഇവർക്ക് എമോഷണൽ ആൻഡ് ഫീലിങ്സ് ഒക്കെ ഉള്ള കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് തന്നെ ഡോപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ 4 പക്ഷികളുടെ ഗുണഗണങ്ങളായിട്ട് ബന്ധപ്പെടുത്തി ഡോക്ടർ ഗാരി കൗട്ടർ 200 വർഷം മുമ്പ് മുന്നോട്ട് വെച്ച ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് പോലെയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. അതിൽ ഡി ഫോർ ഡൗ, പ്രാവിൻ്റെ ഗുണം നമുക്കറിയാലോ. പ്രാവ് എത്ര ഓമനത്വമാണ്, അതായത് ഇണങ്ങാനും പെട്ടെന്ന് അവർ ആ ഹൃദ്യത അല്ലെ കൂട്ടിപ്പിടിക്കാനും അത് ഇവരിൽ ഉണ്ടാവും. അപ്പൊ അതൊരു ആകർഷണമാണ്. സ്നേഹം, അലിവ്, ആർദ്രത, എമ്പതി, മറ്റൊരു സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് കാണാനുള്ള സ്ത്രീക്കുള്ള വല്ലാത്തൊരു വാസനയാണത്. അതുകൊണ്ടാണ് അമ്മയാവുന്നത്. ഈ കുഞ്ഞുങ്ങളെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ അമ്മയാവാനുള്ള യോഗ്യത സ്ത്രീക്ക് കിട്ടുന്നത് ഈ വല്ലാത്തൊരു ആർദ്രത കൊണ്ടാണ്, അലിവാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡൗ. അതുപോലെ തന്നെ പീകോക്ക്, അവർക്കൊരു ലീഡർഷിപ്പ്, പോപ്പുലർ ലീഡർഷിപ്പ്, ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരെ ഒന്നിച്ചിങ്ങോട്ടേക്ക് മാഗ്നറ്റിക് അട്രാക്ഷൻ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതാണ് പീകോക്ക്. അതെ, അത് ഈ 2 ക്വാളിറ്റീസും ഈ പറയുന്ന സ്ത്രീജനങ്ങളിലേക്ക് ഉള്ള അട്രാക്ട് ചെയ്യാൻ
അതെ, ഒരു കസ്റ്റമറിന് അത് അത്യാവശ്യമാണല്ലോ. ഇപ്പൊ അവര് ഡ്രസ്സിങ് ചെയ്യുകയാണെങ്കിൽ, ആഭരണങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഭംഗിയായിട്ടാണ്, അതിന്റെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അടക്കം ശ്രദ്ധയോടുകൂടിയാണ്. നമ്മൾ അങ്ങനെയല്ല, പുരുഷന്മാർ അത്രയൊന്നും അല്ല. അതെ, ജെൻസ് കൂടുതൽ ക്യാഹയാണ്. അതെ, സംസാരിക്കുന്നതും അങ്ങനെയാണ്, അവരുടെ ഡ്രസ്സിങ്ങും അങ്ങനെയാണ്, അവരുടെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ചിലപ്പോൾ ഒരു ക്യാഹേ, അവസാനത്തെ ആ ഡീറ്റെയിൽ വിട്ടുപോകും. ഇതില്ല. പിന്നെ മൾട്ടി ടാസ്കിങ് കൂടെയാണ് ഇവര്. ഒരേ സമയത്ത് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എടുക്കാനും പിടിക്കാനും 4-5 കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്ന പുരുഷൻ്റെ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും. ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സംസാരിച്ചാൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചാൽ നമുക്ക് അയാളുടെ വല്ല അരിശം വരും. എന്ന് പറഞ്ഞ പോലെ അവർ അടുക്കളയിൽ പാല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടാവും, കുഞ്ഞിനെ ചിലപ്പോൾ കളിപ്പിക്കുന്നുണ്ടാവും, ഒരു ഫോൺ ഇപ്പുറം എടുത്തിട്ടുണ്ടാവും, അപ്പുറം വേറൊരു കാര്യം അയൺ ബോക്സ് ചൂടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ അയൺ ബോക്സ് ചൂടാക്കി പ്രസ് ചെയ്ത് ഇസ്തിരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ ചിലപ്പോൾ നേരെ തിരിച്ച് ചൂടായ അയൺ ബോക്സ് ചെവിയിൽ വെക്കൂ. അതെ, ഫോൺ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ടാവും. അത്രയും നമ്മൾ അറ്റ് എ ടൈം 2 കാര്യം ഒരുമിച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അതെ, നമ്മൾ ആണി അടിച്ചുകൊണ്ടിരിക്കും, ചുറ്റിക ആണി അടിച്ചുകൊണ്ടിരിക്കുമ്പം വേറെ ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ വിളിച്ചാൽ കൈക്ക് ചുറ്റിക ഉറപ്പാണ് അടികൊള്ളൂ. അറ്റ് എ ടൈം ഒരു കാര്യം മാത്രമേ, ഒരു സിംഗിൾ ഫോക്കസ്ഡ് ആണ്. പുരുഷനാ സിംഗിൾ ഫോക്കസ് ആണ്, അത് ഡീപ്പായിട്ട് ചിലപ്പോൾ ഫോക്കസ് ചെയ്യും. ഇവർക്ക് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ഷൈൻ ചെയ്യുന്നത് സ്ത്രീകളാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പം എന്തായിരുന്നാലും സ്ത്രീകൾ സെയിൽസിൽ അടക്കി വരിക്കുന്നു. പിന്നെ ഒരു ഇൻറ്റ്യൂറ്റീവ് എന്ന് പറയുന്നത് വളരെ ദൈവികമായൊരു ഗുണം കൂടെ ഇവർക്ക് മാത്രമുണ്ട്. അത് ഈ പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ. കാരണം അവരെ അങ്ങനെയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഇത്രയും ഗുണഗണങ്ങൾ ലോകത്തെ നയിക്കാനും ഒക്കെ ഉള്ള ആ ഒരു കഴിവ്, പ്രാപ്തിയിലേക്ക് അവർ ഉയർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇൻറ്റ്യൂറ്റീവ്. കാരണം ദൈവികമായ കുറേ രഹസ്യങ്ങൾ അവർക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുക, ഒരു വെളിപാട് പോലെ അവരുടെ മനസ്സിലേക്ക് ചില ആളുകളെക്കുറിച്ച്, ചില സന്ദർഭങ്ങളെക്കുറിച്ച്, ചില കാര്യങ്ങളെക്കുറിച്ച് ആർക്കും അറിയാത്ത ഒരു അവഗാഹം ദൈവികമായി ഗിഫ്റ്റായിട്ട് കിട്ടുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. ഇങ്ങനെ പറഞ്ഞു പോകുമ്പം ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ച് പറയാനുണ്ട്. അത് തന്നെ ആയിരിക്കാം അവർ ഈ സെയിൽസിലൊക്കെ ഇങ്ങനെ ഷൈൻ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്കും കുറേ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളീ പറഞ്ഞതിൻ്റെ സാരം. പുരുഷൻ്റെ കുറ്റവും കുറവുമല്ല, അത് അവർക്ക് കൂടെ ഉൾക്കൊണ്ടാൽ സെയിൽസിൽ അവർക്കും ഒരുപാട് മുന്നേറാൻ പറ്റും. അതെ, ഈ ഒരു ഗുണം മനസ്സിലാക്കിക്കൊണ്ട് സംരംഭകർക്ക് വീണ്ടും വലിയ വിജയങ്ങൾ കൊയ്യാനാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെയിൽസ് ആണ്. ആ സെയിൽസിന് ഏറ്റവും കൂടുതൽ മികച്ച പെർഫോമൻസ് ആണ്. ഓക്കെ, താങ്ക് യു.